എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് കൃഷിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കൃഷി ശരിക്കും ഇംഗ്ലീഷിലെ കൃഷി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ എന്നാണ് അല്ലേ? അപ്പോൾ അഗ്രികൾച്ചർ എന്നതിൻ്റെ അഗ്രി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കൾച്ചർ. കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം. അതെ, കൃഷി ഒരു സംസ്കാരമാണ്. അതോടൊപ്പം തന്നെ ആഹാര സമ്പാദന ഉപാധിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ്. പിന്നെ നമുക്കറിയാം പഞ്ചമഹായജ്ഞവുമാണ്. പഞ്ചമഹായജ്ഞം അതായത് ആകാശത്തെയും അഗ്നിയെയും വായുവിനെയും വെള്ളത്തെയും ഭൂമിയെയും ആവാഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു യജ്ഞമാണ് നമ്മളുടെ കൃഷി. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ശുദ്ധമായിരിക്കണം. അത് ശരിക്കും ജൈവ കൃഷി ചെയ്യുമ്പോൾ ഈ അഗ്നി നമുക്കറിയാം സൂര്യപ്രകാശം, അതോ വായു അതും നമ്മൾ ശുദ്ധമായിരിക്കണം, വെള്ളം ശുദ്ധമായിരിക്കണം, ഭൂമി ശുദ്ധമായിരിക്കണം. ഇതെല്ലാത്തിനെയും നമ്മൾ ആവാഹിച്ചു കൊണ്ടാണ് ചെയ്യുന്ന ഒരു പഞ്ചമഹായജ്ഞമാണ് കൃഷി. അപ്പോൾ ഈ യജ്ഞത്തിലെ യജ്ഞാചാര്യൻ എന്ന് പറയുന്ന ആളാണ് കൃഷിക്കാരൻ. ശരിക്കും പറഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ ആചാര്യനായിട്ട് നിൽക്കുന്നതാണ് കൃഷിക്കാരൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിക്കാരൻ നമ്മളുടെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു ആളായിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ആകാശത്തെയും അഗ്നിയെയും വായുവിനെയും അതോടൊപ്പം തന്നെ വെള്ളത്തെയും ഭൂമിയെയും എല്ലാം ആവാഹിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു യജ്ഞമാണ് കൃഷി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഓരോ ഇതിൽ നിന്ന് നമുക്ക് നമ്മളുടെ കൃഷിയിലേക്ക് കിട്ടുന്നത് എന്ന് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, സൂര്യനാണ്. സൂര്യപ്രകാശം നമുക്കറിയാം ഏറ്റവും വേണ്ട ഒന്നാണ് കൃഷിയിൽ, അതാണ് അഗ്നി. പിന്നെ വായുവിൽ നിന്ന് നമുക്കറിയാം നമ്മളുടെ ഒരു കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കാർബണും അതോടൊപ്പം ഓക്സിജനും കിട്ടുന്നത് വായുവിൽ നിന്ന്. നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, അത് വായുവിൽ നിന്ന് തന്നെ എടുത്തോളൂ. ഇനിയിപ്പം വെള്ളത്തെ ആവാഹിക്കുന്നുണ്ട്. അപ്പം വെള്ളത്തിൽ നമ്മളെപ്പോഴും നല്ല വെള്ളമായിരിക്കും. വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്നാണ് പ്രധാനമായിട്ട് ഹൈഡ്രജൻ ചെടികൾക്ക് വേണ്ടത് കിട്ടുന്നു. അതോടൊപ്പം തന്നെ നല്ല വെള്ളമാകുമ്പോൾ pH ബാലൻസ് ചെയ്ത വെള്ളവുമായിരിക്കണം. അടുത്തത് നമ്മൾ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൃഷിയിടം എപ്പോഴും ജൈവ സമ്പത്തുള്ളതായിരിക്കണം. അതായത് കാടിനെ അനുകരിച്ചിട്ടുള്ള ഒരു കൃഷിയിടമായിരിക്കണം. നമുക്കറിയാം പ്രകൃതിയുടെ കൃഷിയിടം ഏതാ? പ്രകൃതിക്ക് തന്നെ ഒരു കൃഷിയിടമുണ്ട്. ആ പ്രകൃതിയുടെ കൃഷിയിടമാണ് കാട്, പ്രകൃതി തന്നെ. അപ്പോൾ കാടിനെ അനുകരിച്ചുള്ള ഒരു കൃഷിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് കാട്ടിലെ മണ്ണ് നമ്മൾ നോക്കുമ്പോൾ അറിയാം കറുത്തിരിക്കും അല്ലേ? അതായത് അതിനകത്ത് ധാരാളം ജൈവാംശമുണ്ട്. കാട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട, കാരണം അത് പ്രകൃതിയിലെ അതായത് ഓർഗാനിക് കാർബൺ ഉണ്ട്, അവിടുത്തെ pH ബാലൻസ് ആയിരിക്കും, ആ മണ്ണിൽ ഫാറ്റ് ഉണ്ട്, അത് എല്ലാം പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് യൂറിയ എല്ലാം, അതായത് ഒരു ജൈവ കൃഷിക്ക് വേണ്ട എല്ലാം അതിൻ്റെതായ രീതിയിൽ ഉള്ള ഒരു സ്ഥലമാണ് കാട്. മാത്രമല്ല കാട്ടിലെ മണ്ണിൻ്റെ പ്രകൃതി നമുക്ക് നോക്കുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ, ഒട്ടും കട്ടി കാണത്തില്ല. കാരണം കാലങ്ങളായി സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളും ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളും അവ തന്നെയും മണ്ണിലോട് അടിഞ്ഞ് ചേർന്ന് ആ മണ്ണിൽ, അതായത് ഒരു ലെയറായിട്ട് തന്നെ കടന്ന് ആ മണ്ണിൽ നല്ല രീതിയിൽ വായു സഞ്ചാരം ഉണ്ടാകുന്നു. ചെടികളുടെ വേരുകൾ നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം വെള്ളത്തെ പിടിച്ചു വെക്കാനും സാധിക്കുന്നു. ഇതേ രീതിയിലുള്ള ഒരു കൃഷിയാണ് നമ്മളും ചെയ്യേണ്ടത്. അതാണ് ശരിക്കും ജൈവ കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെയുള്ള നമ്മളുടെ കാട്ടിലെ മണ്ണ് വീട്ടിലുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു കൃഷിയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതേപോലെ കാട്ടിലെ മണ്ണ് വീട്ടിലുണ്ടാക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ SPC എന്ന കമ്പനിയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് നോക്കുമ്പോൾ അറിയാം, അത് പ്രത്യേകം എടുത്ത് നോക്കുമ്പോൾ ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ടെന്ന് മാത്രമല്ല, എല്ലാം നമുക്ക് ഈ മണ്ണിനെ നല്ല സ്പോഞ്ചി ആക്കാനും നല്ല ഫർട്ടൈൽ ആക്കാനും അതോടൊപ്പം തന്നെ വെള്ളത്തെ പിടിച്ചു വെക്കാനും വേരോടാനും അതുപോലെ തന്നെ ചെടി നല്ല രീതിയിൽ വളരാനും കീടങ്ങളും അതുപോലെ രോഗമൊന്നുമില്ലാതെ നല്ല രീതിയിൽ വളരാനായിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് നമ്മുടെ SPCയിൽ നമുക്ക് ഈ രീതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന നമ്മുടെ ചെയർമാനും അതുപോലത്തെ നമ്മുടെ ബോർഡ് അവരുടെ എല്ലാവരും കൃഷി പഠിച്ച് എന്താണ് ജൈവ കൃഷി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതല്ല. പിന്നെ മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റുകൾ മെയിനായിട്ടുള്ള പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ സയൻറ്റിസ്റ്റുകളും ഒക്കെയാണ്. അപ്പോൾ എല്ലാത്തിനും
അതിൻ്റേതായ ഒരു ഫോർമലായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കൃഷിയിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനമണ്ണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല കറുത്ത് നല്ല pH ബാലൻസായി അപ്പോൾ ഈ വനമണ്ണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ആ വനമണ്ണിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അവിടെ pH ബാലൻസ് ആയിരിക്കും. അവിടെ ഓർഗാനിക് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കരിയിലയും അത് ശരി. പലർക്കും ഈ ഓർഗാനിക് കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു സംശയമുണ്ട്. മറ്റൊന്നുമല്ല, സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതായത് ഏത് ചെടിയുടെ ഇലകളും തണ്ടും തടിയും അതാണ് അവശിഷ്ടം. പിന്നെ നമ്മൾ വെട്ടിയിടുമ്പോൾ അതിൻ്റെ വേരും അതെല്ലാ ഭാഗങ്ങളും അതൊന്ന്. പിന്നെ ജീവജാലങ്ങളുടെ അവശിഷ്ടം, അതായത് ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവജാലങ്ങൾ ചത്തിട്ട് മണ്ണിൽ വീഴുന്നത്, അവയുടെ ഉച്ഛിഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിസർജ്യങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ മലമൂത്രം. അപ്പോൾ ഇതെല്ലാം മണ്ണിനോട് നല്ല രീതിയിൽ ചേർന്ന് അതിനെയാണ് ഈ ഓർഗാനിക് കാർബൺ എന്ന് പലപ്പോഴും അതായത് ജൈവാംശം എന്ന് പറയുന്നത്. അത് എത്രത്തോളം മണ്ണിലുണ്ടോ അത്രത്തോളം നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണ്ണിലൊക്കെ 0.5 താഴെയുള്ളൂ. ശരിക്കും അത് ഒരു 3% എങ്കിലും ആക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷി നന്നായി വരും. മനസ്സിലായോ? അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഓർഗാനിക് കാർബൺ ചേർത്ത് നമ്മളുടെ പ്രോഡക്റ്റുകളിലെല്ലാം ധാരാളം ഓർഗാനിക് കാർബൺ ചേർത്ത് തന്നെയാണ് ഇറക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു വനമണ്ണിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അവിടുത്തെ pH ആണ്. അപ്പോൾ pH ബാലൻസ് ചെയ്യുന്ന പലരും ചോദിക്കണം, ഇത് എന്തിനാ ഈ pH ബാലൻസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ pH 7 വളരുന്ന ഒരു പറ്റം സൂക്ഷ്മജീവികളുണ്ട്. ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം അതാണ്. ആ സൂക്ഷ്മജീവികളാണ് നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ. ശരിക്കും മണ്ണിലും നമ്മുടെ വെള്ളത്തിലും ഈ ഒരു മില്ലിഗ്രാം നമ്മുടെ മണ്ണെടുത്താൽ അതിനകത്ത് 10,000 വെറൈറ്റി സൂക്ഷ്മജീവികൾ ഉണ്ടെന്നാണ് പറയുന്നത്. 10,000 വെറൈറ്റി, 10,000 എണ്ണ അല്ല, അത്രയും ടൈപ്പ്. അതായത് അതാണ്, അത്രയും സൂക്ഷ്മജീവികൾ ഉള്ളതാണ് നമ്മുടെ മണ്ണിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് അതിൽ കുറേ ഭാഗം നമുക്ക് ഉപദ്രവകാരികളാണ്. ഇത് രോഗങ്ങളും എല്ലാം എപ്പോഴും വരുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഉപകാരപ്രദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടുന്ന വളത്തെ, നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളം മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരിക്കലും ചെടി നേരെ അത് എടുക്കുകയില്ല. അതിനറിയില്ല, അങ്ങനെയല്ല അതിൻ്റെ രീതി. അത് ശരിക്കും ഈ നമ്മളുടെ സൂക്ഷ്മജീവികൾ, ഞാൻ നേരത്തെ പറഞ്ഞ pH 7 വളരുന്ന സൂക്ഷ്മജീവികളുണ്ട്, ഒരു പ്രത്യേക ടൈപ്പാണത്. ആ തരം സൂക്ഷ്മജീവികൾ അതിനെ ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിലാക്കി വെള്ളവും കൂടി ചേർത്ത് ചെടികൾക്ക് കൊടുക്കുമ്പോഴേ അത് ചെടി എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ സൂക്ഷ്മജീവികൾ 7 ആക്കണം എന്ന് പറയുന്നത്. 7 ആ ടൈപ്പ് സൂക്ഷ്മജീവികൾ അവിടെ വളരുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 7 ആക്കുക എന്നുള്ളത്. പലപ്പോഴും പലയിടത്തും നല്ല ഫെർട്ടൈലായിട്ടുള്ള സോയിലായിരിക്കും, അതായത് നല്ല കറുത്തൊക്കെ ഇരിക്കും, നല്ല എല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ ചെടി വളരത്തില്ല. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ pH വളരെ കുറവായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മണ്ണിൻ്റെ pH ഇപ്പോൾ കണ്ടിരിക്കുന്നത് ശരിക്കും എവിടെ നോക്കിയാലും 4.5 ആയിരിക്കും. അതിനെ നമ്മൾ എത്രയാക്കണം? പയ്യെ 7 ആക്കണം. 7 നമ്മുടെ ന്യൂട്രൽ നില. ഈ 7 ആക്കിയാൽ മാത്രമേ അവിടെ നമുക്ക് ഉപകാരപ്രദമായുള്ള സൂക്ഷ്മജീവികൾ വളരുള്ളൂ. അപ്പോൾ ഇതിനകത്ത് 7 ആക്കാനായിട്ട് നമ്മുടെ SPCയുടെ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനാ pH 7 ആക്കിയില്ലെങ്കിലുള്ള വേറൊരു ബുദ്ധിമുട്ടുള്ളത്, പ്രധാനമായിട്ടുള്ളത് അതിനകത്ത് നമ്മൾ pH കുറഞ്ഞ മണ്ണിൽ, അതായത് pH ഒരു 4.5 5 ഒക്കെ വളരുന്ന സസ്യങ്ങൾ മണ്ണിലുള്ള ഈ ഭയങ്കര ഹെവി മെറ്റൽസ് എന്ന് പറയും. അതായത് അത് നമുക്ക് ബോഡിയിലേക്ക് വന്നാൽ ദ്രോഹം ചെയ്യുന്ന ഹെവി മെറ്റൽസാണ്. ആ ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കുന്നു. അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ അത് നമ്മളുടെ ബോഡിയിലേക്ക് വരികയും നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടും കൂടി ഇപ്പോൾ ഈ മെയിനായിട്ടുള്ള കാര്യമാണ് ഞാൻ 2 പറഞ്ഞത്. അപ്പം സൂക്ഷ്മജീവികൾ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായുള്ള വളരണം എന്നുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ ഇതുപോലെ ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കുക, ഈ 2 കാര്യങ്ങളും കൂടി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മണ്ണിൻ്റെ pH 7 ആക്കണം.
7 ആക്കാനായിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് കാൽസ്യം, കടലിൽ നിന്ന് എടുക്കുന്ന കാൽസ്യം കാർബണേറ്റും അതോടൊപ്പം തന്നെ ഓർഗാനിക് കാർബൺ എത്രത്തോളം മണ്ണിലിട്ട് കൊടുക്കാവോ? ശരിക്കും പറഞ്ഞാൽ പിന്നെ 8% ഓർഗാനിക് കാർബൺ ഉണ്ടെങ്കിൽ, നമ്മളുടെയൊക്കെ 3 വേണം, 8 ഉണ്ടെങ്കിൽ അവിടെ നനയ്ക്കുക പോലും വേണ്ടെന്ന് പറഞ്ഞു. കാരണം എത്രത്തോളം അവിടെ ഉണ്ടോ അത്രത്തോളം മണ്ണിൽ ജൈവാംശം ഉണ്ടാകും. അതോടൊപ്പം തന്നെ വെള്ളത്തെ പിടിച്ചു വെക്കാൻ പറ്റും, നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാകും, അതുപോലെ തന്നെ ചെടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യും, ജൈവാംശം മണ്ണിൽ കൊടുക്കുകയും ചെയ്യുവാനുള്ള ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് SPCയുടെ pH ബൂസ്റ്റർ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു അതുപോലെ വനമണ്ണിനെ ഞാൻ നേരത്തെ പറഞ്ഞു വനമണ്ണ് എങ്ങനെയാണോ അങ്ങനെ ആക്കിക്കൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യണമെന്ന്. ഇപ്പോൾ വനമണ്ണിൽ വേറെ ഏറ്റവും കൂടുതലുള്ളതാണ് ഈ സസ്യജാലങ്ങളുടെ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ. അപ്പോൾ അതുപോലെ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞു, അതായത് ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജീവിയും ചത്തു മണ്ണിൽ ചേരുന്നതാണ്. അങ്ങനെ ചേരുമ്പോഴാണ് മണ്ണിലേക്കിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റും കിട്ടത്തുള്ളൂ. ഫാറ്റ്, കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ കൊഴുപ്പുണ്ട്, എണ്ണാംശം അല്ലേ, അതാണ് ഈ ജീവജാലങ്ങൾ ചത്തൊടുങ്ങിയാലേ അത് കിട്ടുള്ളൂ. അപ്പം ജീവജാലങ്ങളുടെ വേസ്റ്റ് നിർബന്ധമായിട്ടും മണ്ണിൽ വേണം. അപ്പം നമ്മളുടെ പ്രോഡക്റ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്ന മീൻ്റെയും ചെമ്മീൻ്റെയും എല്ലാം വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്തത് ആണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. അപ്പോൾ അത് കമ്പോസ്റ്റ് ചെയ്തതാണ് നമ്മൾ ജീവജാലങ്ങളുടെ വേസ്റ്റ് അതിനകത്തുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജീവജാലങ്ങളുടെ മൂത്രത്തിലും അതുപോലെ തന്നെ അതുങ്ങളുടെ വിസർജ്യത്തിലും ഉള്ള പ്രോഡക്റ്റാണ്. അപ്പം നമ്മളുടെ ഇതിനകത്ത് നമ്മൾ ജീവജാലങ്ങൾ, അതായത് കാടയുടെയും പല ജീവികളുടെയും വേസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ. പിന്നെ നമുക്ക് വേണ്ടത് പ്രോട്ടീൻ മണ്ണിൽ വേണം. പ്രോട്ടീൻ ഉണ്ടെങ്കിലേ ഏത് ചെടി പൂക്കുള്ളൂ ഇല്ലേ, പൂക്കാനായിട്ടാണ് നമ്മൾ പ്രോട്ടീൻ കൊടുക്കുന്നത്. അതിന് നമ്മളുടെ ഈ പ്രോഡക്റ്റിനകത്തുള്ളതാണ് പലതരം പിണ്ണാക്കുണ്ട് അല്ലേ, നീമുണ്ട്, പുങ്ങാമിയ, അങ്ങനെ പലതരം പിണ്ണാക്കുകൾ നമ്മുടെ പ്രോഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ എല്ലാ രീതിയിലും വനമണ്ണിനെ ആക്കുവാനുള്ള രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റാണ് SPCയുടെ ഭൂമിത്ര, അതോടൊപ്പം തന്നെ ബയോ പവർ. ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്. പിന്നെ ബയോ പവറിനകത്ത് കുറച്ചുകൂടി നമുക്ക് സീവീഡ് ജെൽ, അതായത് മൈക്രോ ന്യൂട്രിയൻസും കുറേ കൂടി നമുക്ക് പിണ്ണാക്കുകളും കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് ബയോ പവർ. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിത്ര, രണ്ടും നമുക്ക് ഏറ്റവും മണ്ണിലേക്ക് നമ്മുടെ മണ്ണിനെ വനമണ്ണ പോലെ ആക്കാൻ, അതായത് നല്ല ഫെർട്ടൈൽ ആക്കാനായിട്ട് എല്ലാം ഞാൻ പറഞ്ഞ പോലെ, ഇപ്പം ഞാൻ പറഞ്ഞു ഓർഗാനിക് കാർബൺ ഉണ്ട്, യൂറിയ ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ കാൽസ്യം കാർബണേറ്റ് ചേർക്കുന്നുണ്ട്, അതായത് ഇതിനകത്ത് ഡോളോമൈറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മഗ്നീഷ്യം അതിനകത്ത് കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ കാൽസ്യം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സീവീഡ് ജെല്ലൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് സൂക്ഷ്മ മൂലകങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 17 മൂലകങ്ങളും കൂടിച്ചേർന്ന ഒരു സമ്പൂർണ്ണ വളം തന്നെയാണ് ഭൂമിത്രയും ബയോപവറും. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് ഈ കിട്ടുന്ന 3 ചാക്ക് വളങ്ങൾ ഇതുപോലെ നമ്മുടെ മണ്ണിലെ ഏറ്റവും നല്ല രീതിയിൽ ഫെർട്ടൈൽ ആക്കാനുള്ള പ്രോഡക്റ്റുകളാണ്. ഇനിയും നമുക്കറിയാം, ഏത് ചെടിയാണെങ്കിലും ഒരു നല്ല ഫെർട്ടൈലുമായിരിക്കും, നല്ല സൂര്യപ്രകാശം ഉണ്ടാവും, നല്ല സ്ഥലവുമായിരിക്കും. എല്ലാം കൊണ്ട് നമ്മൾ നട്ടുവെച്ചാലും ചിലപ്പോൾ പല ചെടികളും അതങ്ങനെ തന്നെ നിൽക്കും, അതല്ലെങ്കിൽ അത് ഭൂമിയെ തപസ് ചെയ്ത് നിൽക്കുമെന്ന് ചിലർ പറയും. അതായത് താഴോട്ട് പോയി അത് ഒരിക്കലും ഒരു വളർച്ചയിലേക്ക് കാണുന്നില്ല. പലരും കംപ്ലൈൻറ്റ്. അതിൻ്റെ പ്രധാന കാരണം ആ ചെടികളിൽ നല്ല രീതിയിൽ വേരില്ലെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വായിൽ തന്നെ പുണ്ണു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ചെടികൾക്കും. ചെടികളുടെ വേരുകൾക്ക് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ചെടി വളരാൻ പറ്റത്തില്ല. അതാണ് അതിലെ കാര്യം. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഇപ്പം ചെടിയുടെ വേര്, ആ വേര് നല്ല പുഷ്ടിയുള്ള വേരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എവിടെ കയറി ചെന്നാണെങ്കിലും വളത്തെ വലിച്ചെടുത്ത് ചെടി വളരും. അപ്പോൾ ഈ ചെടികളിൽ നല്ല രീതിയിൽ വളർച്ചയ്ക്കും അതുപോലെ വളർച്ച ഉണ്ടാകാനായിട്ടുള്ള പ്രധാന ആണ് വേര്. ഈ വേര് പടലം നല്ല രീതിയിൽ വളരാനായിട്ടുള്ള SPCയുടെ ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു PGR ആണ്. PGR മീൻസ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. അതായത് ചെടികളെ നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്ന എക്സ്ട്രാ നമ്മൾ ചാക്കുവളങ്ങൾ കൊടുത്താണ് ആദ്യം നടുന്നത്. എക്സ്ട്രാ കൊടുക്കുന്ന പ്ലാന്റ് റെഗുലേറ്റേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹ്യൂമിക് എന്ന് പറയും. ഹ്യൂമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെടിയിൽ നല്ല രീതിയിൽ വേര് വളരാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഏത് ചെടിക്കും ഹ്യൂമിക് കൊടുത്തോ
ചെടിയിൽ പൊറ്റുപോലെ വേര് വളരും. ഓക്കെ, അപ്പം ചെടി നല്ല രീതിയിൽ വേര് വളർന്നു കഴിയുമ്പോഴത്തേക്കും എന്നതോടൊപ്പം തന്നെ ചെടിക്ക് നല്ല വളർച്ച വേണം. അതായത് ചെടിയുടെ കോശങ്ങൾക്ക് കോശ വിഭജനം നടക്കുന്നതാണ് വളരുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചെടിയിൽ നല്ല ഇലകളും എല്ലാം വളരാനായിട്ട് നമുക്ക് കൊടുക്കുന്ന അടുത്ത പ്രോഡക്റ്റാണ് SPCയുടെ തന്നെ ഫൾവിക് എന്ന് പറയുന്നത്. ഫൾവിക് കൊടുത്തു കഴിഞ്ഞാൽ ചെടി തന്നെ നല്ല രീതിയിൽ വളരുന്നു. അതോടൊപ്പം തന്നെ കോശ വിഭജനം ചെയ്ത് നല്ല വലിയ ഇലകളും, ശരിക്കും പറഞ്ഞാൽ ഈ ഫൾവിക്കൊക്കെ ചീര പോലുള്ള ചെടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ചീരയുടെ ഇലകൾ തന്നെ ഇങ്ങനെ നല്ല വലിപ്പത്തിലാണ് ഉണ്ടാകുന്നത്. വളരെ വ്യത്യാസം. നമ്മൾ ഇലച്ചെടികൾക്കൊക്കെ ഇത് നമ്മുടെ ഫൾവിക്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് അറിയാം. അത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതൊക്കെ നമ്മൾ PGR എല്ലാം നമ്മൾ കൊടുക്കുന്നത് ശരിക്കും വളരെ കുറച്ച് മതി എന്നുള്ളത്. ശരിക്കും ഒരു 3 ml മതി 1 ലിറ്റർ വെള്ളത്തിൽ. എന്നിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ചെടിയിൽ നല്ല രീതിയിൽ വളരാനും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വേരുകൾ വളരാനും ഇത് രണ്ടും കൂടി നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ തന്നെ അതിനും ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് FH എന്ന് പറഞ്ഞത്. അതായത് ഫൾവിക്കും ഹ്യൂമിക്കും കൂടിയ ഒരു പ്രോഡക്റ്റാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ മറ്റേത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി മണ്ണിലേക്ക്. അതായത് മണ്ണിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ചെടികളിലുള്ള മാറ്റം, വളരെ പെട്ടെന്ന് ചെടി വളരും. അതായത് ആദ്യം തന്നെ നമ്മൾ pH ബാലൻസ് ചെയ്തിട്ടാണ് ഏത് ചെടിയും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശരിക്കും ഈ താഴെ കൊടുക്കാതെ, അതായത് നമ്മൾ ഡ്രഞ്ചിങ് അല്ലാതെ സ്പ്രേ ആയിട്ട് പോലും ഇലയുടെ അടിയിൽ നമുക്കറിയാം സ്റ്റൊമാറ്റോ ഉണ്ട്. സ്റ്റൊമാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ, അത് പകൽ സമയത്ത് തുറന്നിരിക്കും. ആ പകൽ സമയത്ത് നമ്മൾ ഈ സ്റ്റൊമാറ്റോ വഴി ചെടികൾ എല്ലാം വലിച്ചെടുക്കും. അപ്പം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ചെടി വലിച്ചെടുത്ത് പെട്ടെന്ന് വളർച്ച കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ പ്രോഡക്റ്റാണ് FH, അതായത് ഫൾവിക്കും ഹ്യൂമിക്കും കൂടിയത്. ഓക്കെ, അപ്പോൾ ചെടികൾ നമുക്കറിയാം. ഇപ്പോൾ ചെടി നമ്മളുടെ മനസ്സിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ചെടി ആദ്യമേ നല്ല രീതിയിൽ വേര് വന്നു, ചെടി നല്ല രീതിയിൽ വളർന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ എന്താ വേണ്ടത്? അടുത്തത് നമുക്ക് എല്ലാവരുടെയും പ്രതീക്ഷ എന്നാ? ചെടി വളർന്നു കഴിയുമ്പോൾ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കും ചെടി ഒന്ന് പൂക്കാനായിട്ട്, അല്ലേ? അപ്പോൾ ചെടി പൂക്കാൻ നമ്മൾ കൊടുക്കേണ്ടത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ സാധാരണ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ജീവജാലങ്ങളുടെ ചത്ത അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ മണ്ണിൽ കിട്ടുന്നത്. അതാണ് നമ്മൾ മത്തിയില്ലേ, ഫിഷ് അമിനോ എന്ന് പറയും. അതായത് മത്തിയൊക്കെ ശർക്കരയും കൂടി കൂട്ടി ഉണ്ടാക്കുന്ന, അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൂക്കുന്ന കാണാം. അതെല്ലാം നമ്മൾ പ്രോട്ടീൻ കൊടുക്കുന്നത്. പിന്നെ ശരിക്കും നമ്മൾ സസ്യമായിട്ട് കൊടുക്കേണ്ടത് എല്ലാ തരം അമിനോ ആസിഡ്സ് ആണ്. അതായത് നമുക്ക് സോയയിൽ നിന്നും പിണ്ണാക്കുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് പ്രോട്ടീൻ. നമുക്ക് കടലപ്പിണ്ണാക്ക്, അതുപോലെ തന്നെ സോയ, അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മത്തി, അല്ലെങ്കിൽ മുട്ട, എഗ് അമിനോ എന്ന് പറയും. അതായത് മുട്ടയിൽ നാരങ്ങ നീരും കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്നതാണ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ കൊടുത്താൽ ചെടി പെട്ടെന്ന് അങ്ങ് പൂക്കുക ചെയ്യുന്നത്. ഏത് ചെടിക്കും പ്രോട്ടീൻ കൊടുക്കുമ്പോൾ ചെടി പൂക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെടി ഇപ്പോൾ വളർന്ന് നമ്മുടെ ഇമാജിൻ ചെയ്യുക, ചെടി നമ്മൾ വേരൊക്കെ നല്ല രീതിയിൽ വന്ന് ചെടി നന്നായിട്ട് വളർന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ കൊടുക്കാനുള്ള നമ്മുടെ SPCയുടെ പ്രോഡക്റ്റിൻ്റെ പേരാണ് അമിനോ 20 എന്നാണ്. SPCയുടെ അമിനോ 20. ഇത് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത്? നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും PGR ഏത് കൊടുത്താലും നമ്മൾ കൊടുക്കേണ്ടത് 3 ml മതി. അതായത് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത, വളരെ കുറച്ച് മതി എന്നുള്ളത്. വെറും 3 ml മതി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അമിനോ. അപ്പം അതായത് നമ്മൾ പൂക്കേണ്ട പ്രായവുമാകണം. അതോടൊപ്പം തന്നെ സീസൺ, പല എല്ലാത്തിനും സീസൺ ഉണ്ട്. നമുക്കറിയാം മാവിന് സീസൺ ഉണ്ട്, റംബൂട്ടാന് സീസൺ ഉണ്ട്, ഏത് ചെടികൾക്കും സീസൺ ഉണ്ട്. അപ്പം സീസൺ ആകുന്നതിന് ഒരു 15 ദിവസം എങ്കിലും മുൻപാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ഇപ്പം ശരിക്കും മാവിനൊക്കെ നമ്മൾ ഒക്ടോബർ നവംബർ മാസം ആ സമയത്ത് നമ്മൾ കൊടുക്കണം. അതുപോലെ ഇപ്പം ഈ റംബൂട്ടാനൊക്കെ ആണെങ്കിൽ നമ്മൾ ജനുവരിയിൽ കൊടുക്കും. അപ്പോൾ ഓരോ ചെടികൾക്കും സീസൺ അനുസരിച്ച്, സീസൺ പൂക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഈ പ്രോട്ടീൻ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ
ചെടി നന്നായിട്ട് പൂക്കും. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞ് അവരുടെ മാവ് ഒട്ടും പൂക്കാതിരുന്നതാണ്. നമ്മുടെ അമിനോ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പൂത്തുന്നു, ഒത്തിരി നിറച്ച് പൂത്തുന്നു പറഞ്ഞു. അതായത് നമ്മുടെ പ്രോട്ടീൻ കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനം പൂക്കാത്ത ഏത് സാധനം, അതായത് 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാലവും പ്രായവും, അതായത് സീസൺ ഏതാണോ അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രായം, പൂക്കേണ്ട പ്രായം ആവുമ്പോൾ ഏത് ചെടികളും പൂക്കാനായിട്ട് കൊടുക്കാനാണ് അമിനോ 20. ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വെറും 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോ മതി. അതായത് പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് മതി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഡൈല്യൂഷൻ 3 ml എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവല്ലേ, അത് മതി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ഇല മുഴുവനും കിട്ടത്തക്ക രീതിയിലും തണ്ടിലും അതോടൊപ്പം തന്നെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ നോക്കുമ്പോൾ നിറഞ്ഞ് പൂത്ത് നിൽക്കുക. ഈ പൂത്ത പൂക്കളെല്ലാം നമ്മൾക്ക് കിട്ടണ്ടേ, അത് കായായിട്ട് വരണ്ടേ. അതിന് നമ്മൾ ഇങ്ങനെ പൂത്ത് വരുന്നെന്ന് മാത്രം ഓർത്തിട്ട് കാര്യമില്ല, അതിനെ കായാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനാണ് നമ്മൾ കൊടുക്കേണ്ടതാണ് സൂക്ഷ്മ മൂലകങ്ങളുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതായത് ഏത് ചെടിയും പൂത്താലും ആ പൂക്കളെ കായാക്കി മാറ്റാനായിട്ട് വേണ്ട എല്ലാ മൂലകങ്ങളും ചെടിയിൽ വേണം. അതിന് വേണ്ട നൈട്രജൻ വേണം, ഫോസ്ഫറസ് വേണം, പൊട്ടാസ്യം വേണം, കാൽസ്യം വേണം, മഗ്നീഷ്യം വേണം. അതോടൊപ്പം തന്നെ എല്ലാം ഒരു ചെടിയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ചെടികൾക്ക് വേണം. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം മൂലകങ്ങളാണ് കേട്ടോ. അതായത് മാക്രോയും മൈക്രോയും ഉണ്ട്. മാക്രോ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പിന്നെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, ഇത്രയും. പിന്നെ അത് കഴിഞ്ഞിട്ട് മൈക്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മതി, പക്ഷേ അത് വേണം. ഇപ്പം നമ്മളുടെ മണ്ണിലൊക്കെ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളുടെയും കുറേയൊക്കെ ഉണ്ട്, എന്നാലും മുഴുവൻ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ മണ്ണിൽ ഡെഫിഷ്യൻസി കാണിക്കുന്ന ബോറോണാണ്. ഈ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും എല്ലാം പൊഴിഞ്ഞു പോകും. മനസ്സിലായോ? നമ്മളിപ്പോൾ പൂത്ത് നിൽക്കുന്ന എല്ലാം പൊഴിഞ്ഞ്, അല്ലെങ്കിൽ ഡിഫോമിറ്റി, അതായത് ഷേപ്പൊക്കെ വേറെ ആയിട്ട് ഇങ്ങനെ ഇതൊക്കെ ആയിട്ടിരിക്കും. അതെല്ലാം ബോറോണിൻ്റെ ഡെഫിഷ്യൻസി. തേങ്ങയൊക്കെ നമുക്ക് നോക്കുമ്പോൾ അകം പേടായിട്ട് ഇങ്ങനെ ഒട്ടും വളരാതെ ഒരു വേറെ ഷേപ്പായിട്ട് ഒരു ചതുരം പോലെയൊക്കെ ഒരു ഷേപ്പ് പോലെയൊക്കെ വരുന്നത് നമുക്ക് നോക്കുന്നതൊക്കെ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി. അതൊരു സൂക്ഷ്മ മൂലകമാണ്. അതോടൊപ്പം തന്നെ ഈ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ചാക്കുവളം പറഞ്ഞായിരുന്നല്ലോ, അതായത് ഭൂമി ഇത്രയും ബയോപവറും അതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ കൂട്ട്. എന്നാലും ഈ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഒന്നുകൂടി കൊടുക്കണം. അപ്പോൾ ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കടലിലെ ഒരു സർഗാസം സീവീഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം പായലുണ്ട്. ഈ പായലിൽ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സൂക്ഷ്മ മൂലകങ്ങൾ ഉള്ള ആ പായലിനെ കോൾഡ് പ്രോസസ്സിൽ, അതായത് ചൂടാക്കാതെ തന്നെ ഒരു പ്രത്യേകതരം രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് SPCയുടെ സീവീഡ് ജെൽ. അതൊരു ജെല്ല് രൂപത്തിലായിട്ട് ബ്ലാക്ക് കളറിലെ ജെല്ല് രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പൂത്ത മരങ്ങൾക്ക് നമ്മൾ കൊടുക്കാനുള്ളതാണ് ഈ സീവീഡ് ജെൽ. പിന്നെ ഈ സീവീഡ് ജെല്ലിൻ്റെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേറെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് സീസൈമാണ്. ശരിക്കും പറഞ്ഞാൽ ഇറിഗേഷനും ഒക്കെ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ സീസൈമാണ്. പിന്നെ സീവീഡ് ജെൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് കോൾഡ് പ്രോസസ്സിൽ കൂടി ആകുമ്പോൾ അതിനകത്ത് എല്ലാ സൂക്ഷ്മ ജീവികളും അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായത്? അതായത് മറ്റേതിനെ ചൂടാക്കാതെ തന്നെ ഇതാക്കണം. അതിനകത്ത് സൂക്ഷ്മ ജീവികളുണ്ട്, സൂക്ഷ്മ മൂലകങ്ങളുണ്ട്. കടലിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കടലിലാണ് എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ചെന്ന് ചേരുന്നത്. അപ്പോൾ അത് അവിടെ വളരുന്നത് കൊണ്ട് ഇതിനെ കോൾഡ് പ്രോസസ്സിൽ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് അതിനകത്ത് സൂക്ഷ്മ ജീവികളും ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് സീവീഡ് ജെല്ല്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സീസൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറെ നമുക്ക് ഇറിഗേഷനൊക്കെ ഉണ്ട്, ലിക്വിഡ് ഫോം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൽ നിന്നും വലിച്ച് ഒരു എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അടുത്ത പ്രോഡക്റ്റ് ഉണ്ട് മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൈക്രോ എലമെൻറ്റ്സ്, സൂക്ഷ്മ മൂലകങ്ങൾ. അപ്പോൾ ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ തന്നെ ഒരു കൂട്ടും കൂടി നമുക്കുണ്ട്, SPCക്ക് ഉണ്ട്. അതാണ് SPC മൈക്രോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ ചെടി പൂത്ത് നിൽക്കുന്ന സ്ഥലത്ത് അമിനോ കൊടുക്കണം, പൂക്കാനായിട്ട് അമിനോ കൊടുക്കണം. പൂത്ത പൂക്കളെ പൊഴിയാതെ കായാക്കി മാറ്റാനായിട്ട് നമ്മൾ സീവീഡ് ജെല്ല് കൊടുക്കണം. അതോടൊപ്പം തന്നെ മൈക്രോ എലമെൻറ്റ്സിനുള്ള മൈക്രോയും കൊടുക്കണം. അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മൾക്കൊരു കോംബോ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അതെങ്ങനെയാണ് കൊടുക്കണം? ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
റംബൂട്ടാനും അതും ഇതുമൊക്കെ പൂക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോംബോ ആയിട്ട് കൊടുക്കാം. അതായത് 1:1:1 എന്നുള്ള റേഷ്യോയിൽ അമിനോയും മൈക്രോയും സീവീഡ് ജെല്ലും. അത് ഞാൻ പറഞ്ഞ 1 ലിറ്റർ വെള്ളത്തിലേക്ക്, അതായത് ടോട്ടൽ 3 ഗ്രാം ആയിരിക്കണം, അല്ലെങ്കിൽ 3 ml. അപ്പോൾ അത്രയും 1 ലിറ്റർ വെള്ളം എന്ന റേഷ്യോയിൽ എടുത്തിട്ട് എത്രത്തോളം ചെടി വലിപ്പമുണ്ടോ അത്രത്തോളം ചെടി നനയത്തക്ക രീതിയിലുള്ള വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് 1:1:1 എന്ന റേഷ്യോയിൽ എടുത്തിട്ട് ചെടി നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് ആ വെള്ളം എടുക്കുന്ന ഇതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം 10 ml ഇതാണെങ്കിൽ നമ്മൾ 10 ലിറ്ററിലേക്കാണെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കണം. 10 വെറും 30 ml മതി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എടുത്തിട്ട് ചെടി മുഴുവനും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 50 ml എടുക്കുക. അതും ഇതുപോലെ തന്നെ നമ്മൾ എടുത്താൽ മതി. 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ചോട്ടിലും ഒഴിച്ചു കൊടുക്കുക. ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ചെടി നന്നായിട്ട് പൂക്കുകയും പൂത്ത പൂക്കളിൽ ഒരു 70%, പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ചില രീതിയിൽ കുറേ പോകും. അതെന്തായാലും സ്വാഭാവികമാണ്. അത് അങ്ങനെ അത്രയും പൂക്കുന്ന മുഴുവൻ കായ്ക്കല്ല, ബാക്കി ഒരു 70%-ഓളം നമുക്ക് കായായിട്ട് ലഭിക്കുവാനായിട്ട് ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴേക്കും ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന അത് പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്ത് പോകാതെ ചെടികളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് അപ്സ. അപ്സ എന്ന് പറയുന്നത് വളരെ കുറച്ച് മതി. ശരിക്കും ഒരു 10 ലിറ്ററിലേക്ക് വെറും 3 ml മതി. 10 ലിറ്റർ മൊത്തം എടുക്കുമ്പോൾ നമ്മളിതെല്ലാം കൂട്ടിക്കഴിഞ്ഞ് എടുക്കുന്നതിനകത്ത് 10 ലിറ്റർ എടുക്കുവാണെങ്കിൽ അതിനകത്തേക്ക് വെറും 3 ml അപ്സ ഒഴിച്ച് ഇളക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എന്താ ഗുണം? ആ ചെടിയിലേക്ക് അത് പെട്ടെന്ന് ഒരു മഴ പെട്ടെന്ന് പെയ്താൽ പോലും അത് അവിടെ ഒട്ടിയിരിക്കും ഇലയിൽ. എന്നിട്ട് അത് പതുക്കെ അത് വലിച്ചെടുക്കും. അതാണ് അതിന് പറ്റിയ സാധനമാണ് അപ്സ. അപ്പം ഞാൻ ഇത്രയും പ്രോഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഈ എല്ലാ പ്രോഡക്റ്റുകളും ഒന്നിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഓർഗാനിക് മിക്സ്. മനസ്സിലായ? അപ്പോൾ ഈ ഓർഗാനിക് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ്? ആദ്യം തൊട്ടാണ് ഹ്യൂമിക് ഉണ്ട്, ഫൾവിക് ഉണ്ട്, അമിനോ ഉണ്ട്, മൈക്രോ ഉണ്ട്, സീവീഡ് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് ഒരൊറ്റ ഇതാണ് അത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരെണ്ണം മാത്രം കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ചെടികൾ വളർച്ചയ്ക്കും വളർന്ന് പൂക്കാനും കായ്ക്കാനും എല്ലാത്തിനും കൂടിയായിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ട്. അതിൻ്റെ പേരാണ് ഓർഗാനിക് മിക്സ്. ഓക്കെ. പിന്നെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ചെടികളിൽ പലപ്പോഴും ഫംഗസ് പോലത്തെ രോഗങ്ങൾ വരാറുണ്ട് ഇല്ലേ? അപ്പോൾ ഇങ്ങനത്തെ രോഗങ്ങൾ വരുമ്പം അതിനു വേണ്ടി നമ്മൾ ഫംഗസ് വരുന്നത്, കൊമ്പുണക്കം, അതുപോലെ തന്നെ മഞ്ഞളിച്ച് നശിച്ചു പോവുക, അങ്ങനെ പല പല പ്രശ്നങ്ങളും ചെടികളിലേക്ക് വരാറുണ്ട്. അങ്ങനത്തെ വരുന്നതിന് നമ്മൾ മാറാനായിട്ട് ക്യൂർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ SPCയുടെ ഒരു പ്രോഡക്റ്റ് കൂടിയുണ്ട്. അതും വളരെ എഫക്റ്റീവായിട്ടുള്ള ചെടികളിൽ വരുന്ന ഒരുവിധം എല്ലാ ഫംഗസ് രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ക്യൂർ പ്ലസ്. അപ്പം ഇത്രയാണ് നമുക്കുള്ള ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ്. ഓക്കെ. ഇനി നമുക്ക് ഇനിയുണ്ട് സാധനങ്ങൾ, തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ജീവാണുവളങ്ങളാണ്. ജീവാണുവളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ജീവാണുക്കളെ മണ്ണിൽ ഇട്ട് കൊടുത്ത് ചെടികൾക്ക് വേണ്ട നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും സൂക്ഷ്മമൂലകങ്ങളും എല്ലാം കൊടുക്കുന്ന വളങ്ങളായിട്ട് തന്നെ അതിനെ ഉപയോഗിക്കുന്ന ജീവികളുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ല, കാരണം അന്തരീക്ഷത്തിൽ ശരിക്കും 78% നൈട്രജൻ ഉണ്ട്. ഈ നൈട്രജൻ വെറുതെ പോവാ. ഈ നൈട്രജനെ യൗഗീകരിച്ച് മണ്ണിൽ കൊടുത്ത് ചെടികൾക്ക് കൊടുക്കുന്ന അത്തരം സൂക്ഷ്മ ജീവികളാണ്. അതൊക്കെ ബാക്ടീരിയകളാണ്. അപ്പം നമ്മൾ ഈ ഓർഗാനിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ കൃഷിയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ ജീവാണുവളങ്ങൾ. ജൈവവളത്തിൻ്റെ കൂടെ തന്നെ നിർബന്ധമായിട്ടും കൂട്ടേണ്ട ഒന്നാണ് ജീവാണുവളങ്ങൾ. അപ്പം ഇത് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഗുണം? അത് അവിടെ വളരും. അത് വളർന്നിട്ട് അവിടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജനെ വലിച്ച് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞാൽ നൈട്രജൻ്റെ ഉണ്ട്, ഫോസ്ഫറസിൻ്റെ ഉണ്ട്, പൊട്ടാസ്യം, അതായത് പ്രാഥമിക മൂലകങ്ങളുടെ 3. നൈട്രജൻ്റെ തന്നെ 4 തരമുണ്ട്. 4 തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല തായ്വേരുള്ള ചെടി ഇനങ്ങൾക്കുള്ളതുണ്ട്, നാരുവേരുള്ള ഇനങ്ങൾക്കുള്ളതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒടിച്ചുകുത്തി ചെയ്യുന്ന, അതായത് ചിലപ്പോൾ കരിമ്പ്, അതുപോലെ തന്നെ തീറ്റപ്പുല്ല്, അങ്ങനത്തെ ചെടികൾക്കുള്ളതുണ്ട്.
പയറ് വർഗ്ഗങ്ങൾക്കുള്ളുണ്ട്. ഇതുപോലെ പലതിനും പലതരമാണ് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് ഉള്ളത്. അപ്പം റാപ്പിഡ് ഗ്രോത്ത് എന്ന പേരിലുണ്ട് നമുക്കത്. അതാണ് അസോസ്പൈറിലാണ്. നാരുവേരുള്ള ചെടികൾക്ക്, എല്ലാ നാരുവേരുള്ള ചെടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തെങ്ങുണ്ട്, നെല്ലുണ്ട്, ഏലമുണ്ട്, ഇല്ലേ, കുരുമുളകുണ്ട്. ഇതെല്ലാം തായ്വേരും നാരുവേരും അറിയോ? തായ്വേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയുടെ താഴോട്ട് നേരെ അങ്ങ് പോകും. പക്ഷേ അത് നമ്മൾ പറിച്ചു നോക്കുമ്പോൾ അറിയും. നാരുവേരെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിബറസ് റൂട്ട്, അതായത് ഇങ്ങനെ നാര് പോലത്തെ എല്ലാ വേരും ഏകദാണ്ട് ഒരുപോലെ ഇരിക്കും. മറ്റേതിനകത്ത് ഒരു വേര് മാത്രം ഇങ്ങനെ താഴോട്ടിരിക്കും. അതാണ് തായ്വേരെന്ന് പറയുന്നത്. നാരുവേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളത്. അപ്പം നാരുവേരുള്ള ചെടികൾക്ക് വേണ്ടി റാപ്പിഡ് ഗ്രോത്ത് ആണ് അസോസ്പൈറിൽ. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കാനുള്ള ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. pH ബാലൻസ് ആയിരിക്കണം, വൈകുന്നേരങ്ങളിൽ കൊടുക്കണം, അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നതിൻ്റെ എക്സ്പയറി നോക്കണം, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കൊടുക്കുക. അതോടൊപ്പം തന്നെ തായ്വേരുള്ള ചെടികൾക്ക് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് ഫെറേഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ പേര് അസറ്റോബാക്ടർ എന്നുള്ള ബാക്ടീരിയയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തണ്ട് വെട്ടി മുറിച്ച് നടുന്ന ചെടികൾക്ക്, അതായത് കരിമ്പ്, തീറ്റപ്പുല്ല്, അതുപോലെ തന്നെ അത് അസറ്റോബാക്ടർ ആണ്. അതിൻ്റെ പേര് നൈട്രോമാക്സ് കെയിൻ ആണ്, സ്പീസിയുടെ തന്നെയാണ്. അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞു പയറ് വർഗ്ഗങ്ങൾക്ക്, അതായത് റൈസോ ഗ്രീൻ മാക്സ് ആണ്. അപ്പോൾ അത് റൈസോബിയം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ബാക്ടീരിയ ആണ്. അത് നമ്മൾ പയറ് ചെടികളൊക്കെ പറിച്ചു നോക്കുമ്പോൾ അതിൻ്റെ വേരിൽ ചില മുഴകൾ, അതായത് നൊഡ്യൂൾസ് കാണാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകൾ ജീവിക്കുന്നതാണ് അവിടെ. അതായത് അതുങ്ങൾ അവിടെ ജീവിച്ചിട്ട് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ യൗഗീകരിച്ച് അവിടെ ശേഖരിച്ചു വെക്കും. അതിൻ്റെ കാലശേഷം അതപ്പോൾ ആ ചെടിക്കും ഉപയോഗം കിട്ടും. അതോടൊപ്പം തന്നെ അതിൻ്റെ കാലശേഷം, ആ ചെടികളുടെ കാലശേഷം അത്രയും നൈട്രജൻ മണ്ണിലേക്ക് ചേരുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ നെൽകൃഷിയുടെ ഓരോ സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എപ്പോഴും പയർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇഞ്ചിയൊക്കെ നടുമ്പോഴത്തേക്കും മൂലകളിൽ പയർ നടണമെന്ന് പണ്ടത്തെ ആളുകളൊക്കെ പറയും. അപ്പോൾ അവർക്കൊക്കെ അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം അത് റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ അവിടെ വളരുകയും അവിടെ മണ്ണിലേക്ക് ധാരാളം നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റൈസോ ഗ്രീൻ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു റൈസോബിയം എന്നുള്ള ബാക്ടീരിയ. പിന്നെ നമുക്കുള്ളത് ഇക്കോവിറ്റ എന്ന് പറയും. അത് ഫോസ്ഫേറ്റ് സൊല്യൂബിലൈസിങ് ബാക്ടീരിയ. അതായത് മണ്ണിൽ ഇഷ്ടം പോലെ നമ്മൾ രാജ്ഫോസ് ഒക്കെ ചിലപ്പോൾ മണ്ണിൽ കൊണ്ട് ഇടാല്ല, പക്ഷെ അതൊന്നും ലയിക്കാതെ കിടക്കുന്നുണ്ടാവും. ഇതുപോലെ അലേയമായി കിടക്കുന്ന ഫോസ്ഫറസിനെ ലയിപ്പിക്കുന്ന ബാക്ടീരിയയാണ് ഫോസ്ഫേറ്റ് സൊല്യൂബിലൈസിങ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എക്കോവിറ്റ. അടുത്തത് കെ പവർ ബൂസ്റ്റ്, അതായത് പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ എന്ന് പറയും. അതായത് പൊട്ടാസ്യത്തിനെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ വലിച്ചു കൊണ്ടുവന്ന്, മൊബിലൈസിങ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടുവന്ന് നമ്മുടെ ചെടികളുടെ വേരിൻ്റെ അടുത്ത് കൊണ്ട് ചെടിക്ക് കൊടുക്കത്തക്ക രീതിയിലാക്കുന്ന തരം ബാക്ടീരിയയാണ്. അതാണ് കെ പവർ ബൂസ്റ്റ്. അതിൻ്റെ പേര് പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ ആണ്. അതും SPCക്കുണ്ട്. പിന്നെ അടുത്തത് വിറ്റാ ഗ്രോത്ത്. അതായത് ഇത് ഞാൻ പറഞ്ഞ സൂക്ഷ്മ മൂലകങ്ങളുണ്ടല്ലോ, അതായത് പ്രാഥമിക മൂലങ്ങൾ, സെക്കൻഡറി ന്യൂട്രിയൻ, അതായത് മൈക്രോ ന്യൂട്രിയൻ. അതിൽ മൈക്രോ ന്യൂട്രിയൻസിൽ ഇടമുള്ള ഒരെണ്ണമാണ് സിങ്ക്. അപ്പോൾ ഈ സിങ്കിനെ കൊടുക്കുവാനുള്ള ബാക്ടീരിയ ഉണ്ട്. അതിൻ്റെ സിങ്ക് സൊല്യൂബിലൈസിങ് ബാക്ടീരിയ, അത് അലേയമായി കിടക്കുന്ന സിങ്കിനെ ലയിപ്പിച്ച് മണ്ണിൽ കൊടുക്കുന്ന ബാക്ടീരിയയാണ്. അതാണ് വിറ്റാ ഗ്രോത്ത്. അപ്പം ഇത്രയാണ് ജീവാണു വളങ്ങൾ. ഇനിയിപ്പം നമുക്കുള്ളത് രോഗങ്ങൾക്കും കീടങ്ങൾക്കും എതിരെയുള്ള പ്രശ്നങ്ങൾക്കും എല്ലാത്തിനുള്ള സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ മിത്ര ബാക്ടീരിയകളുണ്ട്, മിത്ര ഫംഗസുകളുണ്ട്. ഇതെല്ലാം നമുക്ക് മിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ശത്രുവിൻ്റെ ശത്രു മിത്രം. അതായത് നമ്മുടെ മണ്ണിൽ ഏതെങ്കിലും കീടങ്ങളുണ്ട്, അതിനെ നശിപ്പിക്കുന്ന വേറൊരു ഫംഗസ്. ഇപ്പോൾ ഒരു ചീത്ത ബാക്ടീരിയ മണ്ണിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു pH കുറഞ്ഞ മണ്ണിലെല്ലാം വളരെ മോശം, നമുക്ക് ഉപദ്രവകാരികളായ ബാക്ടീരിയകളോ ഫംഗസൊക്കെ വളരുമെന്ന് പറഞ്ഞു. ആ ഫംഗസിനെയും ബാക്ടീരിയനെയൊക്കെ കൊല്ലുന്ന വേറെ ബാക്ടീരിയാസ്, അവരുടെയൊക്കെ ആമാശയത്തിൽ കയറി അതുങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കി അതിനെ നശിപ്പിക്കുന്ന ബാക്ടീരിയാസാണ്. അതൊക്കെയാണ് നമുക്ക് മിത്ര ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. അപ്പം മിത്ര ബാക്ടീരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്യൂഡോമോണാസ്.
സ്യൂഡോഗ്രോ എന്നാണ് നമ്മുടെ SPCയുടെ പേര്. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പിന്നെ പറയുന്ന സർവ്വരോഗ സംഹാരി എന്നാണ് ശരിക്കും കാർഷിക സർവകലാശാലയിലൊക്കെ എല്ലാവരും അതിനെ പേരിട്ടിരിക്കണം. കാരണം അത് മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരുവിധ എല്ലാവിധ രോഗങ്ങളും മാറും എന്നുള്ളതാണ് ശരിക്കും. സ്യൂഡോഗ്രോ സർവ്വരോഗ സംഹാരി അത് ശരിക്കും എല്ലാ കീടങ്ങളുടെയും, കീടം എന്നല്ല, രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകളുടെ അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ ഈ നമുക്കറിയാം വഴുതന, തക്കാളി, ഇതിനകത്തൊക്കെ പെട്ടെന്ന് ചെടി നല്ല വലുതായി നിൽക്കുമ്പോഴത്തേക്കും ഉണങ്ങിപ്പോകുന്നു അല്ലെ, വാടിപ്പോകുന്നുണ്ട്. അതൊക്കെ ബാക്ടീരിയ, അതായത് ആ ചെടിയുടെ തണ്ടിൽ ബാക്ടീരിയ കയറി പ്രവർത്തിച്ചിട്ട് മുകളിലേക്ക് വളത്തെയും വെള്ളത്തെയും കയറ്റാതെ ബ്ലോക്ക് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ആ പെട്ടെന്ന് വാടിപ്പോകുന്ന, ശരിക്കും ഒത്തിരി വിഷമത്തോടെ പല കർഷകരും നമ്മളോട് കാണിക്കുന്നുണ്ട്. ഈ തക്കാളി, വഴുതന, പയറ് ഇതെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിക്കാഞ്ഞിട്ടാന്നൊക്കെ ഓർക്കും. വെള്ളം ഒഴിച്ചിട്ടൊന്നുമല്ല, ഇത് ഈ ബാക്ടീരിയൽ വാട്ടമാണ്. അത് വരുന്നത് ഈ തടയാനായിട്ട് തുടക്കത്തിലെ തന്നെ, അത് വന്ന ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി അതവിടെ ഹോളാക്കി കാണും. അവിടത്തെ അകത്തെ ആ ഭാഗം അത് തിന്നിട്ടുണ്ട് സൈലം. അതുകൊണ്ട് അവിടെ പിന്നെ വളരെ ഉണ്ടാകത്തില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻസിൽ പോലെ നമ്മൾ നോക്കുവാണെങ്കിൽ പെൻസിലിൻ്റെ അകത്തെ ഇതുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ആ എഴുതുന്ന പെൻസിൽ, ആ ലെഡ് അതുപോലെയാണ്. ഈ ബ്ലോക്ക് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് പോകില്ല. ഇപ്പോൾ പെൻസിൽ നോക്കുമ്പോൾ പെൻസിലിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഒടിഞ്ഞ ഒരു പീസ്, പിന്നെ നമുക്ക് ആ മുകളിലോട്ട് അത് ഉണ്ടാകത്തില്ല, ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ ബാക്ടീരിയകൾ നടത്തുന്നത്. ഇത് ബാക്ടീരിയ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ പേര് ഊസ് ടെസ്റ്റ് എന്നാണ്. അത് നമ്മൾ ഈ ബാക്ടീരിയ വന്ന ഇതിനെ കട്ട് ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ, വെള്ളം നിറച്ചിട്ട് വെച്ച് നോക്കുമ്പോൾ താഴോട്ട് ഒരു പാട പോലെ വെള്ള കളറിൽ വരുന്നത് കാണുകയാണെങ്കിൽ അത് ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിക്കാം. അതൊക്കെ ടെസ്റ്റ്. ഇനിയിപ്പോൾ അതേക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞു പോയ സമയം ഇപ്പോൾ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ബാക്ടീരിയകളെ മുഴുവൻ നശിപ്പിക്കാനായിട്ടുള്ള മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോഗ്രോ, അതായത് സ്യൂഡോമോണാസ്. പിന്നെ അടുത്തതുണ്ട് ട്രൈക്കോകെയർ. ട്രൈക്കോകെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു മണ്ണിൽ കൂടി എപ്പോഴും, നേരത്തെ ഞാൻ ക്യൂർ പ്ലസിൻ്റെ കാര്യം പറഞ്ഞു. അതായത് മണ്ണിൽ കൂടിയുള്ള പലതരം ഫംഗസുകൾ തുടക്കം മുതലേ മണ്ണിൽ കാണും. അതവിടെ വളർന്ന് വേരുകളെ തിന്ന് ഉണക്കി നശിപ്പിച്ച് ചെടികളെ എല്ലാം നശിപ്പിച്ചു കളയും. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാൻ ആദ്യം തന്നെ നമ്മൾ സമ്പുഷ്ടീകരിച്ച് ട്രൈക്കോകെയർ മണ്ണിൽ കൊടുക്കുവാണെങ്കിൽ ഇതൊന്നും വരാതെ നോക്കുക എന്നുള്ളതാണ് എപ്പോഴും ജൈവത്തിലെ ഏറ്റവും പ്രധാനം. നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ജൈവത്തിൽ ക്യൂർ ചെയ്യാൻ പാടാണ് ശരിക്കും സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രിക്കോഷൻ എടുക്കുക. അതാണ് നമ്മൾ ആദ്യം തന്നെ സ്യൂഡോമോണാസിനെയും ട്രൈക്കോകെയറിനെയും ബിവേറിയനെയൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ വെച്ചിട്ടേ കൃഷി തുടങ്ങാവുള്ളൂ. എപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടും ഇരിക്കണം. ഓക്കെ, അപ്പം ട്രൈക്കോകെയർ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസിനെ നശിപ്പിക്കുന്ന ഒരു മിത്ര ഫംഗസ് തന്നെയാണ്. പിന്നെ നമുക്കുള്ളത് ഗ്രീൻ ഗാർഡിയൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബിവേറിയ ബാസിയാന എന്നാണ് അതിൻ്റെ ശരിക്കുള്ള പേര്, ആ ബാക്ടീരിയയുടെ പേര്. അത് കടിച്ചു തിന്നുന്ന, അതായത് ചെടികളിലൊക്കെ ഇലകളും തണ്ടും എല്ലാം തുരന്ന് തിന്നുന്ന എല്ലാ പുഴുക്കൾക്കും എതിരെ പ്രവർത്തിക്കുന്ന സാധനമാണ്. അത് നമ്മൾ പുഴുക്കളുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ പുഴുക്കൾക്കൊക്കെ അസുഖം വന്ന് അതിനെയൊക്കെ നശിപ്പിക്കും. ഒരു തവണ കൊടുത്താൽ പോരാ, ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി കൊടുക്കണം. കാരണം മുട്ട ലാർവ സ്റ്റേജിന് അതിനൊക്കെ നല്ല ഷെല്ലുള്ളത് കൊണ്ട് അതുങ്ങൾ അതിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. അത് കഴിഞ്ഞാൽ ഷെല്ലിൽ നമ്മളിത് അഫക്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നാൾ, ഒരു 4 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് നശിപ്പിക്കാനായിട്ട് കൂടി ഒരു തവണ കൂടി കൊടുക്കണം. അതാണ് ഗ്രീൻ ഗാർഡിയൻ ബിവേറിയ ബാസിയാന, അതായത് കടിച്ചു തിന്നുന്ന എല്ലാ ജീവികൾക്കെതിരെയും നമുക്ക് പ്രവർത്തിക്കും. അടുത്തത് ഫംഗസ് മാസ്റ്റർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിസീലിയം ലെക്കാനി. അതെന്തിനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കിംഗ് പെസ്റ്റ്, അതായത് ചെടികളിലെ നീരൂറ്റി കുടിച്ച് ചെടികളുടെ കമ്പ് ഉണക്കി കളയുന്നതുണ്ട് ഇല്ലേ, പലതും. മണ്ടരിയുണ്ട്, അതുപോലെ വെള്ളീച്ചയുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഈ ഭയങ്കര ബോഡിയൊക്കെ നല്ല കട്ടിയായിട്ടുള്ള പല ഇതുണ്ട്. അതിങ്ങനെ ഒരിടത്ത് ചെന്നിരുന്ന് അവിടുത്തെ നീരൂറ്റി ആ ചെടിയെ നശിപ്പിക്കും. അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട്, കുറേ ടൈപ്പ് ഉണ്ട്. അതിനെല്ലാത്തിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫംഗസ് മാസ്റ്റർ. അടുത്തതുണ്ട് നിമാഷീൽഡ്. ഇതെന്ത് പെസിലോമൈസസ് എന്ന് പറയുന്നതാണ്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമാവിരകൾ മണ്ണിൽ, നമുക്കറിയാം ഏലത്തിനും വാഴയ്ക്കും എല്ലാം നിമാവിരകൾ വന്ന് വേര് മുഴുവൻ തിന്ന് വേര് കാണത്തേ ഇല്ല.
ഇതെല്ലാം വിരകളാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പപ്പായയ്ക്ക് വലിയ പ്രശ്നമായി നിമാവിരകൾ. അപ്പോൾ ഈ നിമാവിരകൾ വന്നതിനെ കൊല്ലും. ഈ നമ്മളുടെ നിമ ഷീൽഡ് കൊടുക്കുമ്പോൾ അതിനെയൊക്കെ അസുഖം വരുത്തി കൊല്ലുന്നതാണ്. പിന്നെ മെറ്റാഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കൂടി വളരുന്ന വേരുതീനി പുഴുക്കൾ, ചിതല്, ഉറുമ്പ് ഇതിനെ എല്ലാത്തിനെയും നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മെറ്റാഷീൽഡ്. ഓക്കെ. അടുത്തത് BT ഗാർഡ്, ബാസിലസ് തുറിഞ്ചിയൻസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശലഭ പുഴുക്കൾ, കുണ്ടള പുഴുക്കൾ, അതുപോലെ തന്നെ ഈ പലതരം ഈ ശരീരത്തിന് കട്ടി കാണത്തില്ല, നല്ല വലിപ്പമായിട്ടുള്ള പച്ച കളറും അതുപോലെ മേത്ത് മുഴുവൻ രോമമായിട്ടുള്ളതും അങ്ങനത്തെ പലതരം പുഴുക്കളുണ്ട്. ശരിക്കും ഒരു ചിത്രശലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേനാണ് ഊറ്റി കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ മുട്ട ഇട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ, ആ പുഴുക്കൾ, അതുങ്ങളാണ് ഈ ഇലകളെല്ലാം. അതിനെ എല്ലാത്തെയും മാറ്റാനായിട്ട് നമുക്ക് BT ഗാർഡുണ്ട്, ബാസിലസ് തുറിഞ്ചിയൻസ്. അത് ശരിക്കും ഓലപ്പുഴുക്കൾ, തെങ്ങോലപ്പുഴുക്കൾ എന്ന് പറയുന്ന ഒരു തരം വലിയ പുഴുണ്ട്. അതൊക്കെ വലിയ പുഴുക്കളാണ്. അതോടൊപ്പം തന്നെ പലതരം വണ്ടുകളുണ്ട്. ഇതിനെല്ലാം നമുക്ക് നശിപ്പിക്കാനായിട്ട് ഇത് പറ്റും. അപ്പം ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവാണുക്കളായിട്ടുള്ളത്, ജീവാണുക്കളുടെ പ്രവർത്തനങ്ങൾ. അതായത് ജീവാണു വളങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഉണ്ട്. അടുത്തത് നമ്മളുടെ ഏറ്റവും വലിയൊരു നല്ല കീ പ്രോഡക്റ്റ് തന്നെയാണ് ഹോമിയോ അഗ്രോ കെയർ, അല്ലേ? ഹോമിയോ അഗ്രോ കെയർ നമുക്ക് കേട്ടക്കാത്തവർ കാണത്തില്ല. അതായത് ഈ രോഗമേതുമാവട്ടെ, കീടമേതുമാവട്ടെ, ചെടികളിൽ കായുണ്ടാകാതിരിക്കട്ടെ, അതുപോലെ തന്നെ വളർച്ചക്കുറവാകട്ടെ, ശരിക്കും ചെമ്പഞ്ചല്ലി ആകട്ടെ, അതുപോലെ തന്നെ ചെടികൾക്ക് ഉണ്ടാകുന്ന എല്ലാ വൃക്ഷലതാദികൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരമാണ് ഹോമിയോ അഗ്രോ കെയർ. ശരിക്കും കായ്ഫലം ഉണ്ടാകാൻ, കായ പൊഴിച്ചിൽ എന്നൊന്നും നമുക്ക് ഒരു കാര്യത്തിനൊന്നും പറയാനില്ല. അതായത് ഒരു സാധനം വന്ന് അതിൻ്റെ ഒരു സാധനം ഒടിഞ്ഞ് വീണ് ചതഞ്ഞു പോയി അങ്ങനെ വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പല തെങ്ങുകളിൽ നിന്നുണ്ട്. തെന്നീരൊലിപ്പ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ കൂമ്പ് ചീയലുണ്ട്. തെങ്ങിൻ്റെ മാത്രമല്ല, വാഴകൾക്ക് കൂമ്പടക്കൽ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാ കായകൾ ഇതുപോലെ ചെല്ലി, കുരങ്ങ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു കീടം, ഒരു എലി പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു സാധനം മതി, ഹോമിയോ അഗ്രോ കെയർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലക്കുറവുമാണ്, നമുക്ക് ഒട്ടും ഹാംഫുള്ളും അല്ല. നമുക്കത് തിന്നാൽ പോലും നമുക്ക് ദ്രോഹമില്ല. അത് പ്രത്യേകിച്ച് ചെടികൾക്ക് മാത്രം അത് പ്രയോഗിക്കാൻ പറ്റുന്ന, ഇത് ഉപയോഗിക്കുമ്പോൾ കീടങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പം എല്ലാ കീടങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ രോഗങ്ങൾ പരത്തുന്നത്. ഇത് കൊടുക്കുന്നത് വഴി ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. അതാണ് വേറൊരു കാര്യം. അത് കീടവും പോട്ടെ, രോഗമേതായാലും കീടമേതായാലും ഒരേ ഒരു കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ. ഇനിയിപ്പം നമുക്കറിയാം വെള്ളത്തിൻ്റെ കാര്യം എടുക്കാം, അല്ലേ? വെള്ളം ഇപ്പം നേരത്തെ തന്നെ കാണിച്ചു. ഇന്നിപ്പം എല്ലാ രോഗങ്ങളുടെയും പ്രധാന കാരണം വെള്ളമാണ്. വെള്ളത്തിൽ കൂടിയാണ് ഒരുവിധ എല്ലാ രോഗങ്ങളും, കോളറ, ഡയറിയ എല്ലാം. ഈ പ്രശ്നങ്ങൾക്ക് പിന്നെ അതുപോലെ കൃഷിക്കാണേലും pH ബാലൻസ് ചെയ്ത വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം വെള്ളത്തിൻ്റെ pH ബാലൻസ് ചെയ്യാനും, ചീത്ത ചൊവ്വ അത് മാറാനും, കലക്കല് ഇതൊക്കെ മാറാനും, അതോടൊപ്പം തന്നെ വെള്ളത്തിലുള്ള ഹെവി മെറ്റൽസിനെ അടിയാനും, അതുപോലെ തന്നെ വെള്ളത്തിലുള്ള ചീത്ത ബാക്ടീരിയകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നതാണ് അക്വാ PH. ഇത് തികച്ചും പ്രകൃതിദത്തമായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്, വളരെ സേഫാണ്. നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് വഴി കൃഷിയിടങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷിയും പറ്റും, മനുഷ്യർക്ക് ഉപയോഗിക്കാം. FSSAIയുടെ നമുക്ക് സർട്ടിഫിക്കറ്റും അതുപോലെ പ്രോഡക്റ്റിനുണ്ട് ഇതിൻ്റെ റിപ്പോർട്ടും എല്ലാം ഉള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് SPCയുടെ അക്വാ PH ബൂസ്റ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. എനിക്കറിയാം
ഈ ഓടിച്ചോടിച്ച് പറഞ്ഞതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് എത്ര എണ്ണം ഉണ്ട്, എന്താണ് എന്നൊക്കെ ഓൾറെഡി ഒരു ഓവറോൾ ഒരു കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. താങ്ക് യു. താങ്ക് യു എൽസി മാം, താങ്ക് യു. വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു.